ഹലോ ഫ്രണ്ട്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പാർട്ട് 10 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് NCERT പ്രോബ്ലംസ് ഫ്രം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് പഠിച്ചായിരുന്നു. സെയിം ടോപ്പിക്കിലെ NCERT പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ എക്സസൈസ് 3.5ലെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ടാണ് നമ്മൾ 3.1 3.2 ഒന്നും ചെയ്യാതെ നേരെ 3.5ലേക്ക് വന്നതെന്ന് തോന്നാം. കാരണം 3.1 മുതൽ 3.4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും കുറേ കോൺസെപ്റ്റുകൾ പഠിക്കുവാനുണ്ട്. അതെല്ലാം നമ്മൾ ഇനി വരുന്ന ടോപ്പിക്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാതെ നേരെ 3.5ലേക്ക് വന്നത്. സോ 3.5ലെ ക്വസ്റ്റ്യൻ നോക്കാം. At room temperature 27 degrees Celsius, the resistance of a heating element is 100 ohm. What is the temperature of the element if the resistance is found to be 117 ohm? Given that the temperature coefficient of the material of resistance is 1.70 into 10 raised to minus 4 degrees Celsius raised to minus 1. So, question ഇതാണ്, നമ്മുടെ കയ്യിൽ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. സോ ഇതൊരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ്. ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഇപ്പോൾ നിൽക്കുന്ന ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആണ്. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ് T0 വിച്ച് ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്. ഇനിയാണെങ്കിൽ ഈ സമയത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഓം. ഇനിയാണെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റിനെ ചൂടാക്കി, അങ്ങനെ ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു ഉയർന്ന ടെമ്പറേച്ചർ കിട്ടി. നമുക്കറിയത്തില്ല ഏത് ടെമ്പറേച്ചർ ആണെന്ന്. പക്ഷേ ഈ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉണ്ട്. ഫൈനൽ റെസിസ്റ്റൻസ് ആണ് R വിച്ച് ഈസ് ഈക്വൽ ടു 117 ഓം. അങ്ങനെയെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് ഈ 117 ഓം റെസിസ്റ്റൻസ് ഈ ഹീറ്റിംഗ് എലമെൻറ്റ് കിട്ടുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി തന്നിട്ടുണ്ട് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എത്രയാണ്? ആൽഫ ഓഫ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് 1.70 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു മൈനസ് 1 ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇക്വേഷൻ എഴുതാം. ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു R മൈനസ് R0 ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ശരിയല്ലേ? T മൈനസ് T0. സോ ഇതാണ് ആൽഫേൻ്റെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫൈനൽ ടെമ്പറേച്ചർ ആണ്. സോ ഇത്രയും ടേമിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. T മൈനസ് T0 വിച്ച് ഈസ് ഈക്വൽ ടു R മൈനസ് R0 ഡിവൈഡ് ബൈ R0. ഇനി ആൽഫയെ താഴെ കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഇക്വേഷനിലെ ഓരോ ടേമിനും നമുക്കറിയാവുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കാം. ടെമ്പറേച്ചർ, ഫൈനൽ ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ റെസിസ്റ്റൻസ് എത്രയാണ്? 117 മൈനസ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് 100 ഓം ആണ് ഡിവൈഡ് ബൈ R0 ഇനീഷ്യൽ റെസിസ്റ്റൻസ് 100 ഓം ഇൻറ്റു ആൽഫ. ആൽഫേൻ്റെ വാല്യൂ എത്രയാണ്? 1.70 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. സോ ഇത്രയും ചെയ്ത് വരുന്നത് നമുക്ക് ആൻസർ കിട്ടും 1000. സോ T മൈനസ് 27 വിച്ച് ഈസ് ഈക്വൽ ടു 1000. T വിച്ച് ഈസ് ഈക്വൽ ടു 1027. സോ ഇത്രയും ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ റെസിസ്റ്റൻസ് എത്ര ഓം കാണിക്കുന്നത്? 117 ഓം ഈ ഹീറ്റിംഗ് എലമെൻറ്റ് കാണിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഈ രീതിയിൽ വേണം ഈ കണക്ക് ചെയ്യാൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3.6. A negligibly small current is passed through a wire of length 15 meter and uniform cross section 6 into 10 raised to minus 7 meter square and its resistance is measured to be 5 ohm. What is the resistivity of the material at the temperature of the experiment? സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു വയറുണ്ട്. സോ ഇതാണ് നമ്മൾ വയർ എന്ന് പറയുന്നത്. ഈ വയറിൻ്റെ ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് L വിച്ച് ഈസ് ഈക്വൽ ടു 15 മീറ്റർ ആണ്. അതുപോലെ ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R വിച്ച് ഈസ് ഈക്വൽ ടു 5 ഓം ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി? ഈ മെറ്റീരിയലിൻ്റെ, ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? ഈ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം R വിച്ച് ഈസ് ഈക്വൽ ടു റോ L ബൈ A ആണ്. സോ ഇതിൽ നിന്നും റോ കണ്ടുപിടിക്കാനായിട്ട് റോ വിച്ച് ഈസ് ഈക്വൽ ടു
ആർ എ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5 ഓം. സോ 5 ഇൻറ്റു എയിൻ്റെ വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു 10⁻⁻7 ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? ലെങ്ത് ആണ് 15 മീറ്റർ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 ഇൻറ്റു 10⁻⁻7 ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. സോ ഇത് വളരെ സിമ്പിൾ കണക്കാണ്. ശരിയല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3.7. എ സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2.1 ഓം അറ്റ് 27.5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എ റെസിസ്റ്റൻസ് ഓഫ് 2.7 ഓം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഡിറ്റർമൈൻ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സിൽവർ വയർ ഉണ്ട്. ഇതാണ് നമ്മുടെ സിൽവർ വയർ. അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിരുന്നു 27.5. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ T0 വിച്ച് ഈസ് ഈക്വൽ ടു 27.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചറുള്ള റെസിസ്റ്റൻസ് ആണ് R0 ഇനീഷ്യൽ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 2.1 ഓം. ഇനി നമ്മൾ ചൂടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ ആണ് T വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ് ഫൈനൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2.7 ഓം. സോ ക്വസ്റ്റ്യൻ ആണ് ആൽഫേൻ്റെ വാല്യൂ എത്രയാണ്? സോ ആൽഫേൻ്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ആർ എത്രയാണ്? 2.7 ആണ്. മൈനസ് R0 അത് 2.1 ആണ്. ഡിവൈഡ് ബൈ 2.1 ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. സോ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 27.5 ഡിഗ്രി സെൽഷ്യസ് സബ്ട്രാക്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും 0.0039 ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. സോ ഇതാണ് ആൽഫേൻ്റെ വാല്യൂ. ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരിയല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3.8. എ ഹീറ്റിംഗ് എലമെൻറ്റ് യൂസിങ് നിക്രോം കണക്റ്റഡ് ടു എ 230 വോൾട്ട് സപ്ലൈ. Draw an initial current of 3.2 ampere which settle after a few seconds to a steady value of 2.8 ampere. What is the steady temperature of the heating element if the room temperature is 27 degrees Celsius? The temperature coefficient of the resistance of nichrome averaged over the room temperature range involved is 1.70 into 10⁻⁻4 degrees Celsius raised to -1. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ആ ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം കൊണ്ടാണ്. ഇനിയാണെങ്കിൽ ഈ നിക്രോം ആണെങ്കിൽ റൂം ടെമ്പറേച്ചർ ഇരിക്കുകയാണ്. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ് T0 വിച്ച് ഈസ് ഈക്വൽ ടു റൂം ടെമ്പറേച്ചർ എത്രയാണ്? തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതാണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇനിയാണെങ്കിൽ ഈ വയറിലൂടെയാണെങ്കിൽ ഒരു കറണ്ട് കടന്നു വരാൻ പോവുകയാണ്. 230 വോൾട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ആണ് V വിച്ച് ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. ഇനി ഇനിഷ്യലി കടന്നു വന്ന കറണ്ടാണ് 3.2 ആംപിയർ. കാരണം ടെമ്പറേച്ചർ കുറവായിരുന്നു. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവാണ്. ശരിയല്ലേ? മെറ്റലിനാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസും കുറയും. സോ റെസിസ്റ്റൻസ് കുറഞ്ഞതിൻ്റെ ഫലമായി ഒരു വലിയ കറണ്ട് കയറി വന്നു. സോ ഇനിഷ്യലി കയറി വന്ന വലിയ കറണ്ടാണ് I0 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3.2 ആംപിയർ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ തുടക്കത്തിൽ ടെമ്പറേച്ചർ കുറവായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റൻസും കുറഞ്ഞു. അതുകൊണ്ട് വലിയ കറണ്ട് I0 വിച്ച് ഈസ് ഈക്വൽ ടു 3.2 ആംപിയർ ഇതിലൂടെ കടന്നു വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഇനീഷ്യൽ റെസിസ്റ്റൻസ് R0 കണ്ടുപിടിക്കാം. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഓംസ് ലോ ഉപയോഗിച്ച് V വിച്ച് ഈസ് ഈക്വൽ ടു IR ആണ്. സോ V0 വിച്ച് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു R0 ആണ്. സോ R0 കണ്ടുപിടിക്കാം. R0 വിച്ച് ഈസ് ഈക്വൽ ടു V0 ഡിവൈഡ് ബൈ I0. സോ ഇനീഷ്യൽ വോൾട്ടേജ് എത്രയായിരുന്നു? വോൾട്ടേജ് ചേഞ്ച് ചെയ്യത്തില്ല, 230 വോൾട്ട്. ഡിവൈഡ് ബൈ കറണ്ട് എത്രയായിരുന്നു? 3.2. സോ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ റെസിസ്റ്റൻസ് 71.87 ഓം എന്ന് കിട്ടും. സോ നമുക്ക് ഇനീഷ്യൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. സോ ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല.
ടെമ്പറേച്ചർ കൂടി അതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. സോ ഫൈനൽ റെസിസ്റ്റൻസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയത്തില്ല. ഇനി തന്നിരിക്കുന്നത് എന്താണ്? കറണ്ട് തന്നിട്ടുണ്ട്. സോ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? ഫൈനൽ കറണ്ട് ആണ് 2.8 ആംപിയർ. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ 2.8 ആംപിയറിലേക്ക് മാറി. അങ്ങനെയെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് സെയിം തന്നെയാണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 230 വോൾട്ടേജിലാണ് നമ്മുടെ നിക്കറോം വയർ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ആർ വിച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ഐ. സോ വിൻ്റെ വാല്യൂ എത്രയാണ്? 230 ഡിവൈഡ് ബൈ ഐ എത്രയാണ്? 2.8 വിച്ച് ഈസ് ഈക്വൽ ടു 82.14 ഓം എന്ന് കിട്ടും. സോ നമുക്കിവിടെ എന്തൊക്കെ ഉണ്ട്? ഇനിഷ്യൽ ടെമ്പറേച്ചർ ഉണ്ട്, ഫൈനൽ ടെമ്പറേച്ചർ അറിയത്തില്ല. ഇനിയാണെങ്കിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഫൈനൽ റെസിസ്റ്റൻസും ഉണ്ട്. ഇനി ആൽഫേൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫേൻ്റെ വാല്യൂ എത്രയാണ്? ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു 1.70 ഇൻറ്റു 10⁻⁻⁴ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. സോ ആൽഫയും ഉണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ശരിയല്ലേ? നമുക്കാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ് ഈ ടി ആണ് ഫൈനൽ ടെമ്പറേച്ചർ ആണ്. സോ ഇത്രയും ടേമിന് ഇവിടെ കൊണ്ടുവരാം. ടി മൈനസ് ടി സീറോ വിച്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ സീറോ ഇൻറ്റു ആൽഫ. സോ ഇക്വേഷനിൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി മൈനസ് ടി സീറോ ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? 27 വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഫൈനൽ റെസിസ്റ്റൻസ് എത്രയാണ്? ആറിൻ്റെ വാല്യൂ 82.14 ആണ്. മൈനസ് ഇനിഷ്യൽ റെസിസ്റ്റൻസ് എത്രയാണ്? 71.87. ദ ഹോൾ ഡിവൈഡ് ബൈ ആർ സീറോ 71.87 ഇൻറ്റു ആൽഫ എത്രയാണ്? 1.70 ഇൻറ്റു 10⁻⁻⁴. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ടി മൈനസ് 27 വിച്ച് ഈസ് ഈക്വൽ ടു 840.5 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ടി ഫൈനൽ ടെമ്പറേച്ചർ വിച്ച് ഈസ് ഈക്വൽ ടു ഇതോടെ വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 867.5 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതാണ് ഫൈനൽ ടെമ്പറേച്ചർ. സോ ഇങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത്. സോ ഇതോടുകൂടിയാണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയെ കുറിച്ചുള്ള എല്ലാത്തരം NCERT പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.